എല്ലാവർക്കും IFCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ റോസപ്പൂ ജ്യൂസിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇതിന് ഇത് കുടിക്കാൻ കൊള്ളോ, ഇതിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരത്തില്ല എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതിനൊട്ടും കയ്പ്പ് ടേസ്റ്റ് വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ലെമൺ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലെമൺ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ അങ്ങ് പോകും കേട്ടോ. പിന്നെ നമ്മളത് അരിച്ചല്ലേ എടുക്കുന്നത്, അപ്പോൾ പിന്നെ ഒട്ടും അതിനകത്ത് അതിൻ്റെ പെറ്റൽസ് ഒന്നും കടക്കത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഷുഗറും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു റോസപ്പൂവിൻ്റെ ഒരു സ്മെല്ലും പിന്നെ ലെമണിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ റോസപ്പൂ ഉള്ള എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പിസ്സ മഫിൻ റെസിപ്പി ആയിട്ടാണ്. ഇതിന് പിസ്സ മഫിനോ അഥവാ പിസ്സ കപ്പ് എന്നും പറയാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് പോയി ഉണ്ടാക്കിയാലോ. പിസ്സ മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഈ മിൽക്ക് റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണേ. ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തണുത്താവരുത് കേട്ടോ. ഒട്ടും ഫ്രിഡ്ജിൽ നേരെ എടുത്ത് ഒഴിക്കില്ലേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 കപ്പ് ഓയിൽ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒലിവ് ഓയിലോ പിന്നെ സൺഫ്ലവർ ഓയിൽ എന്ത് വേണം യൂസ് ചെയ്യാം, പക്ഷെ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യില്ലേ. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ, 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു മീഡിയം സൈസ് സവോളയുടെ 4/1 അത് ചെറുതാക്കി ചോപ്പ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കിലോ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്താണ്. ഇപ്പോൾ ബോൺ ഉള്ളതാണെങ്കിൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ ബോണ്. എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് തൈര്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇടാൻ താല്പര്യമില്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ക്യാപ്സിക്കം കുഞ്ഞായി കട്ട് ചെയ്ത് പിന്നെ കോണോ പിന്നെ ഒലീവ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ നമ്മൾ പിസ്സ ടോപ്പിങ്സിന് ഇടുന്നതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ചിക്കൻ മാറ്റിയിട്ടല്ല, ചിക്കൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം. അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മഫിൻ ട്രേ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ മഫിൻ്റെ മിക്സ് ഈ ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഹാഫൊക്കെ ഇട്ടാൽ മതി കേട്ടോ ട്രേയുടെ. ഇനി നമുക്കിതിൻ്റെ മേളിലോട്ട് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ പിസ്സ പിൻവീലിൻ്റെ എൻ്റെ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതിയേ. ഇനി അതിൻ്റെ മേളിൽ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ട്രേയിലും ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് 350 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ്സ് കൊണ്ട് ബേക്ക് ചെയ്ത് കിട്ടുമേ. അങ്ങനെ നമ്മുടെ പിസ്സ മഫിൻ റെഡിയായി. എനിക്കിവിടെ ഒരു 20 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്ത് കിട്ടി കേട്ടോ. ഇനി നമുക്കിതൊരു സ്പൂണോ നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ട്രെയിൽ നിന്ന് എടുക്കാം. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാവേ. ഇതുപോലത്തെ ഒന്നെങ്കിൽ മഫിൻ ട്രേ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സോസും പിന്നെ ചീസൊക്കെ ഇട്ട് കൊടുക്കാം. മഫിൻ ട്രേ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കുക നല്ലത്. എൻ്റെ അടുത്ത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെങ്കിൽ അതുപോലെ ഷേപ്പ് നല്ലപോലെ കിട്ടണമെങ്കിൽ മഫിൻ ട്രേ തന്നെ വെക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഒരു രസം. നമ്മൾ മഫിൻ ട്രേയിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഷേപ്പൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതായിരിക്കുമേ. ഇനി ഇതുപോലത്തെ പാനൊന്ന് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കി എടുക്കണം. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു തിരികെ വെച്ച് അതിലോട്ട് എന്തെങ്കിലും അലുമിനിയം ട്രേയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ പാത്രം വെക്കാം. അപ്പോൾ ഇതൊരു 30-35 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. ഇനി ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സ്റ്റൗ ടോപ്പ് വെച്ച് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഷേപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ, ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല. ഷേപ്പിലൊക്കെ എന്ത് കാര്യമല്ലേ, ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയതും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ മഫിൻ റെഡിയായി.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി വരുന്നിടം വരെ ബൈ.